എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് കുറച്ചൊക്കെ മനസ്സിലാവും. പറഞ്ഞാൽ കേട്ടാലൊക്കെ മനസ്സിലാവും. എഴുതാനും വായിക്കാനും കുഴപ്പമില്ല. പക്ഷേ സംസാരിക്കുമ്പോൾ തീരെ പറ്റുന്നില്ല. ആകെ ഒരു ധൈര്യക്കുറവാണ്. അറിയാവുന്ന കാര്യങ്ങൾ പോലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. എന്താ ചെയ്യാന്ന്? ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആകെ പേടിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഫോളോ ചെയ്ത് നോക്കൂ. ആദ്യം നമ്മുടെ മനസ്സിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യവും മനസ്സിലായിട്ടേ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ നടക്കില്ല. മലയാളം നമുക്കെല്ലാം അറിയോ? മലയാളം നമ്മളെല്ലാവരും സംസാരിക്കുന്നില്ലേ? അപ്പോൾ എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങാൻ പറ്റില്ല. എന്നാൽ അടിസ്ഥാനപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒരു സെന്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കുക? എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക? ഈ ഇംഗ്ലീഷിലെ കുറച്ച് ഗ്രാമർ എലമെന്റ്സ് ഉണ്ട്. മോഡൽ വേർബ്സ് ഉണ്ട്. ഡിഡ്, ഡസ്, ഡു, ബി, ബീൻ, ബീയിങ് ഇങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്. നമ്മുടെ മലയാളത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത കുറച്ച് സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഇംഗ്ലീഷിലുണ്ട്. അത് അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഐ ഏറ്റ് എന്ന് പറയാം. പക്ഷെ നീ കഴിച്ചോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഡിഡ് യു ഈറ്റ് എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഡിഡ് എവിടെ ഉപയോഗിക്കണം, ഡു എവിടെ ഉപയോഗിക്കണം, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിയാവുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റും. ചിലപ്പോൾ പല പല സെന്റൻസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കാൻ പറ്റുക. അത് കുഴപ്പമില്ല. ആ ബേസിക്സ് ആദ്യം ഒന്ന് റെഡിയാക്കാം. അതിനുശേഷം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടേ ഞാൻ സംസാരിക്കുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പോകില്ല കേട്ടോ. അതുകൊണ്ട് ബേസിക്സ് ക്ലിയർ ആക്കുക. അതിനുശേഷം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ മിസ്റ്റേക്ക്, ഈ മിസ്റ്റേക്ക് ഞാൻ തിരുത്തിയാൽ എനിക്ക് കാര്യങ്ങൾ എളുപ്പമായി നന്നായി സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ 100,000 മിസ്റ്റേക്സ് വരുത്തുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഒരു 10-20 മിസ്റ്റേക്സ് വരുത്തുണ്ടാവും മാക്സിമം കേട്ടോ. മിക്ക ആൾക്കാർ 5-10 മിസ്റ്റേക്സ്, ടിപ്പിക്കൽ മിസ്റ്റേക്സ് അത് വരുത്തും. ആ മിസ്റ്റേക്സ് ഏതാ നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം ഭയങ്കര എളുപ്പമായി. കാരണം ആ മിസ്റ്റേക്സ് പല പല സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കും. അതാണ് നിങ്ങൾ വരുത്തുന്ന ഭൂരിഭാഗം മിസ്റ്റേക്സും. അപ്പോൾ അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ അറിയില്ല എന്നത് മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിച്ചാൽ അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് ഒരു കാര്യം കഴിഞ്ഞു. ബാക്കിയുള്ള എത്രയാ 5-ൽ 4 ബാക്കി ഉണ്ടാവും. ഒരെണ്ണം കഴിഞ്ഞു. അടുത്തത് പഠിച്ചാൽ പിന്നെ 3 ബാക്കിയുള്ളൂ. അങ്ങനെ ചിന്തിക്കുക. പിന്നെ ഞാൻ പൊതുവെ ചില ആൾക്കാരിൽ കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിശക്തി ഒന്നുമില്ല. ഞാൻ ഒരു നോർമൽ ആളാണ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ US-ലോ ഒക്കെ താമസിക്കുന്ന ആൾക്കാർ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണോ? ഇല്ല. ഒരു ഭാഷ പഠിക്കാൻ അപാരമായ ബുദ്ധിശക്തിയുടെ ആവശ്യമില്ല. കുറച്ച് കാലം ആ ഭാഷയുടെ ബേസിക്സ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്താൽ ആർക്കും ഏത് ഭാഷയും വഴങ്ങും. അപ്പോൾ എനിക്ക് മാത്രം പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആദ്യം ആലോചിക്കുക. ഞാൻ ഒരു 2 മാസം കൃത്യമായിട്ടിരുന്ന് പഠിച്ചിട്ടുണ്ടോ? ഒരു കോഴ്സിന് ചിലപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യും. അതിനുശേഷം ഒരാഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോവില്ല. ആ കൺസിസ്റ്റൻസി അവിടെ ബ്രേക്ക് ആവുമ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇതിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് മാത്രമല്ല, ഏത് കാര്യമാണെങ്കിലും പഠിക്കുന്നതിന് ഒരു ബ്രേക്ക് വന്ന് പിന്നെ 2 ആഴ്ച പോവാണ്ട് പിന്നെ ഒന്ന് ആദ്യം മുതൽ വീണ്ടും നോക്കി തുടങ്ങുമ്പോൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ആ രീതിയിൽ പഠിച്ചാൽ നടക്കില്ല. ഒരു 3 മാസം നിങ്ങൾക്ക് വേണം ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിക്കാൻ. അപ്പോൾ ആ 3 മാസം നിങ്ങൾ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുക. 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് എല്ലാ ദിവസവും കൃത്യമായിട്ടിരുന്ന് പഠിക്കുക. പിന്നെ ചില ആൾക്കാരുടെ പ്രശ്നം കളിയാക്കുന്നതാണ് അല്ലേ? ഇംഗ്ലീഷ് സംസാരിക്കാൻ നോക്കുമ്പോൾ കുറേ പേര് കളിയാക്കുന്നു. അതിന് നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ആരെങ്കിലും നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ പ്രശ്നമാണ്? കളിയാക്കപ്പെടുന്ന ആളുടെ വേണോ അതോ കളിയാക്കുന്ന ആളുടെ ആണോ? നമ്മൾ ഒരാളെ എന്തെങ്കിലും അയാൾക്ക് പറ്റാത്തൊരു കഴിവിന് നമ്മൾ കളിയാക്കുന്നത് ശരിയാണോ? അവരാരെങ്കിലും നിങ്ങളുടെ ഇംഗ്ലീഷ് അറിയാത്തതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ ആ കളിയാക്കുന്ന ആൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? കറക്റ്റായിട്ട് എമ്പത്തൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ വിഷമങ്ങൾ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അല്ലാണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് അയ്യോ എനിക്കിതൊന്നും അറിയില്ലല്ലോ, എല്ലാവരും എന്നെ കളിയാക്കുന്നു, അപ്പോൾ എനിക്കെന്തോ പ്രശ്നമുണ്ടെന്നല്ല. ആ കളിയാക്കുന്ന ആൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അയാളോടൊന്ന് സിമ്പലൈസ് ചെയ്യാം. പാവം, ആ ഒരു ഗുണം കിട്ടിയിട്ടില്ല. ആരെയും കളിയാക്കാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ആ കാര്യം മനസ്സിലാക്കാനുള്ള കഴിവ് മറ്റേ ആ കളിയാക്കുന്ന ആൾക്കില്ല. അത്രയും ചിന്തിച്ചാൽ മതി. ഓരോരുത്തർ നമ്മളെ കളിയാക്കുമ്പോൾ നമ്മൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു 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 വികാരമാണ് ആൾക്കാരുടെ. ഒരു ഭാഷയിലുപരി ഒരു വികാരമായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ അടുത്ത് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും അത് ഒന്ന് പഠിക്കണം. അത് ഈ ജന്മത്തിൽ ആ ഒരു കാര്യം ചെയ്യണം എന്നൊരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണേ,
മറ്റുള്ളവർ എന്ത് ചിന്തിക്കണമെന്ന് ദയവ് ചെയ്ത് ചിന്തിക്കരുത്. ആകെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ന് ഞാൻ എത്ര പഠിച്ചു, നാളെ ഈ ഒരു കാര്യം കൂടെ പഠിച്ചാൽ എനിക്ക് അതുകൂടെ അറിയാം, അപ്പൊ അങ്ങനത്തെ സെന്റൻസുകൾ എനിക്ക് ഉണ്ടാക്കാം. ഇത് മാത്രം മതി നിങ്ങളുടെ ചിന്തയിൽ കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ കണ്ടേക്കണത്, കുറച്ച് വലിയ സെന്റൻസുകൾ വരുമ്പോഴേക്കും നമ്മൾ ആകെ തകർന്നു പോകും. കുറച്ചൊന്ന് കൂട്ടി ഒഴിപ്പിച്ച് വലിയ വലിയ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ, അങ്ങനത്തെ സെന്റൻസുകളിൽ ഇംഗ്ലീഷ് ഉണ്ടാക്കുമ്പോൾ ആകെ ഒരു തപ്പല. അയ്യോ, ഇത് ഞാൻ ആദ്യം എന്ത് പറയണം, ഏതൊക്കെ ഭാഗം ഞാൻ ആലോചിക്കണം, എന്തൊക്കെ ചിന്തിക്കണം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിച്ച് സംസാരിച്ച് തുടങ്ങുന്നവർക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ പറയുന്നത്, വലിയ വലിയ സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കരുത്. ചെറിയ ചെറിയ സെന്റൻസുകൾ ഉണ്ടായിക്കോളൂ, അതോട് തെറ്റില്ല. ഈ ചെറിയ സെന്റൻസുകൾ ഉണ്ടാക്കിയ വലിയ സെന്റൻസുകൾ ഉണ്ടാക്കാൻ പിന്നെ പറ്റില്ല എന്ന് ചിന്തിക്കണ്ട. ചെറിയ സെന്റൻസുകളിൽ നിങ്ങൾ കോൺഫിഡന്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ വലിയ സെന്റൻസുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. അതിന് നിങ്ങൾ ആരും പ്രത്യേകിച്ച് സമയമായി ഇനി വലിയ സെന്റൻസുകൾ ഉണ്ടാക്കിയോ എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കി തുടങ്ങും. അപ്പൊ അത് ഒന്ന് മനസ്സിൽ വെക്കുക. ബേസിക്സ് പഠിക്കുക. ബേസിക്സ് റെഡി ആയി കഴിഞ്ഞ ശേഷം സെന്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. അതിപ്പോൾ സംസാരിക്കാൻ അവസരമുള്ളവർ അങ്ങനെ, അതില്ലെങ്കിൽ എഴുതിയിട്ട്, അതില്ലെങ്കിൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട്. ഇപ്പോൾ അവസരം കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുക. ഇല്ലാത്ത അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുക കേട്ടോ. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടും എന്തെങ്കിലും ഇംഗ്ലീഷ് വീഡിയോസ് കേട്ടിട്ട് കണ്ടിട്ട്, പിന്നെ വായിക്കുന്നത് നിങ്ങൾ, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം അതുകൊണ്ട് വായിക്കുന്ന എനിക്ക് പ്രശ്നമില്ലാന്ന് വിചാരിക്കണം കേട്ടോ. ഇംഗ്ലീഷ് റീഡ് ചെയ്യുമ്പം നമ്മുടെ സെന്റൻസിന്റെ സ്ട്രക്ചർ വളരെ ബ്യൂട്ടിഫുൾ ആവും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് എന്താ പറയുക, നമ്മൾ അറിയാതെ വരുന്ന ഒരു ചേഞ്ചാണ്. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ആ സെന്റൻസുകൾ, നമ്മൾ കുറേ സെന്റൻസുകൾ ഇങ്ങനെ കാണുമ്പോൾ ആ പാറ്റേൺ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാക്കും. ആ വേർഡ്സ്, ചില ഫ്രേസസ്, അതൊക്കെ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കും. ഗ്രാമർ പഠിച്ച ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ഇംഗ്ലീഷ് പ്രയോഗിക്കുക. വായിക്കേ, എഴുതേ, സംസാരിക്കേ, കേൾക്കേ ഒക്കെ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചില ആൾക്കാർ ഒരു മാസത്തിനകം എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം അങ്ങനെ പറയും. ഒരു മാസത്തെ ഗോളാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ഇടുക. ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ, എനിക്കറിയില്ല, ഇമ്പോസിബിൾ എന്ന് ഞാൻ പറയുന്നില്ല, റിയലിസ്റ്റിക് ആയിട്ട് ഒരു 3 മാസം വേണം. നിങ്ങൾ ഏത് ലെവലാണെങ്കിലും നിങ്ങൾക്കൊരു 3 മാസം കൊണ്ട് ബേസിക്സ് കവർ ചെയ്യാൻ പറ്റും. ഇതെന്താ ഈ 3 മാസം എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു കോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 മാസത്തെ കോഴ്സാണ്. എന്ന് വെച്ചാൽ ബേസിക്, തീരെ അറിയാത്ത ആ കടന്നു വരുന്ന ഇംഗ്ലീഷ് ജസ്റ്റ് പഠിച്ചു കൊടുക്കുന്ന ലെവൽ 1, അത് കഴിഞ്ഞ് ഒരു അല്പം കൂടെ ബെറ്റർ ആയ ലെവൽ 2, പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന ലെവലാവുന്ന ലെവൽ 3. ഇങ്ങനെ 3 ലെവൽ, 3 മാസമായിട്ട് തിരിച്ചിട്ടാണ് ഞാൻ കോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലെവൽ 1 ഞാൻ 3000 രൂപയ്ക്കാണ് അതിന്റെ കോഴ്സ് ഫീ വെച്ചേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒട്ടും അറിയാത്ത ആൾക്കാർക്കും ആ ലെവൽ 1 കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് വരും. ഇത് ഇത്രയേ ഉള്ളൂ. കാരണം ഞാൻ ആ വീഡിയോസിലൊക്കെ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ എനിക്കിങ്ങനെ മനസ്സിലാക്കുക, പിന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അത് ചെയ്യുന്ന ആൾക്കാർക്ക്, എൻ്റെ സ്റ്റുഡൻസ്, അവരോട് ചോദിച്ചാൽ അറിയാം. ആ വീഡിയോസ് കാരണം അവർ എത്ര ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബേസിക്സ് ക്ലിയർ ആക്കിയിട്ട് പിന്നെ അത് അപ്ലൈ ചെയ്താൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അപ്പൊ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ടൊരു സിസ്റ്റം വേണം. എന്ന് വെച്ചാൽ, നിങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടാവും. യൂട്യൂബിൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ടെങ്കിലും പലരും റാൻഡം ആയിട്ടാണ് വീഡിയോ കാണും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോൾ അത് കാണും. ഒരു സിസ്റ്റം വേണം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സ് വേണം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ. കൃത്യമായി തുടങ്ങണം, അത് കൃത്യമായിട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്ലാൻ ആയിട്ട് വേണം. എന്തെപ്പോൾ പഠിക്കണം, അതിൽ എന്തൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം, പിന്നെ എങ്ങനെയാണ് പോകേണ്ടത്. ആ പ്ലാൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് അത് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. മറ്റത് റാൻഡം ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് എന്തൊക്കെയോ മനസ്സിലായും തോന്നും, പിന്നെ അത് അടുത്തത് കാണുമ്പോൾ മറ്റത് മറന്നുപോയും തോന്നും. അങ്ങനെ കുറച്ച് കെയോറ്റിക് ആവും. നിങ്ങൾക്ക് കുറച്ച് പേടിയാവും തുടങ്ങും. എനിക്കും അത് ഓർമ്മയില്ല, പഠിച്ചതായിരുന്നു, അത് എപ്പോഴും ഓർമ്മ കിട്ടുന്നില്ല. ഈ ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നൊരു കാര്യം പഠിച്ചാൽ ഒരു കുറച്ച് മണിക്കൂറുകൾക്കകം നമ്മളത് മറന്നു പോകും. പുതിയൊരു കാര്യം പഠിക്കാവുമ്പോൾ നമ്മളെല്ലാവരും മറന്നു പോകും. പക്ഷെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്താൽ നമുക്ക് ഒന്നുകൂടെ ഓർമ്മ കിട്ടും. അപ്പം ഈ ഓർമ്മ എന്ന് പറയുന്നത് ശരിക്കും എന്താ, ബ്രെയിനിൽ ലോങ് ടേം മെമ്മറി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവണം അല്ലേ. നമുക്ക് ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം ഉണ്ട്. അപ്പോൾ ലോങ് ടേമിൽ നിൽക്കണമെങ്കിൽ ഒരു സാധനം പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ലോങ് ടേമിൽ ഇടാൻ പറ്റില്ല. അത് ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്താലേ ആ ലോങ് ടേം മെമ്മറിയുടെ ന്യൂറോൺസ് സ്ട്രോങ് ആവുള്ളൂ. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പഠിക്കുന്ന ഒരു കോഴ്സാണ്. അതിൽ ബാർബറ ഓക്ലി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസർ ഉണ്ട്. ആള് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വായിച്ച് അത് മനസ്സിലാക്കി ആ കോഴ്സ് എടുത്തിട്ട് ഞാൻ പറയാം കേട്ടോ. അല്ലാതെ എനിക്ക് ബയോളജി ആയിട്ട് വലിയ ബന്ധമില്ല. ഈ നമ്മുടെ ലോങ് ടേം മെമ്മറി സ്ട്രോങ് ആയാലേ നമുക്ക് കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുള്ളൂ. അപ്പോൾ അതിന് എന്ത് വേണമെന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കണ്ടു, 2 ദിവസം കഴിയുമ്പോൾ ഇത് മുഴുവൻ മറന്നുപോയി. ഏകദേശം ഒരു ക്യാൻ ഉണ്ടായിരുന്നല്ലോ, ഫുഡ് എവിടെയോ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവിടെ എവിടെയോ ഓർമ്മയുണ്ടാവും. അപ്പോൾ നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റമാറ്റിക്കായി റിവൈസ് ചെയ്യണം. എന്നാലേ ഈ സാധനം അവിടെ ലോങ് ടേമിൽ കിടക്കുള്ളൂ.
അല്ലേ? ഇന്ന് നമ്മൾ പഠിച്ചു. 1 മണിക്കൂർ കഴിയുമ്പോൾ ഫ്രണ്ടിനോട് നമ്മൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ആ ബുക്ക് എടുത്തൊന്ന് വായിച്ചു നോക്കി. 4 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ നമ്മൾ റിവൈസ് ചെയ്തു. പിന്നെ നമ്മൾ മറക്കുവോ? ഇല്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം അല്ലേ? വളരെ സിമ്പിളായ കാര്യമാണ്. പക്ഷെ നമ്മൾ ചെയ്യുവോ? ഇല്ല. ഞാൻ എൻ്റെ കോഴ്സിൽ ഞാൻ അതാണ് മാക്സിമം ശ്രമിക്കുന്നത്. ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഴയ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ റിവൈസ് ചെയ്യും. നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊരു ഹിന്റ് കൊടുക്കും. അപ്പോൾ ഒരു ത്രെഡ് അവിടെ കിടന്നോട്ടെ, ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ അടുത്ത തവണ നമ്മളത് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു ഓർമ്മ വീണ്ടും പുതുക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കോഴ്സ് വേണം നിങ്ങൾ പഠിക്കാൻ. വേറെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ഞാൻ കൊടുക്കുന്ന ടിപ്സാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് കേട്ടോ. എൻ്റെ ചില സ്റ്റുഡൻസ്, എല്ലാവരും ഇല്ല, ചില ആൾക്കാർ പെട്ടെന്ന് സംസാരിക്കണം എന്ന് വിചാരിക്കും. സ്പീഡ് പെട്ടെന്ന് വേണമെന്ന്. അത് 2 കാര്യം കൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അവർക്ക്. അപ്പൊ ടെൻഷൻ ഉണ്ടെങ്കിൽ സ്പീഡ് കൂടും. എനിക്ക് പല സമയത്ത് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ടെൻഷൻ അടിച്ച് ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകും. പക്ഷേ ഇത്രയും സ്പീഡിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട കാര്യമില്ല. പതുക്കെ സംസാരിച്ചാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് സംസാരിച്ചാലേ ഫ്ലുവന്റ് ആവുള്ളൂ എന്ന് വിചാരിച്ച് പെട്ടെന്ന് സംസാരിക്കുമ്പോൾ കംപ്ലീറ്റ് തെറ്റും. നിങ്ങൾ ഈ ബേസിക്സ് പഠിക്കുമ്പോൾ, അല്ലെ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെന്റൻസുകൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കണം. ഈ ഒരു പ്രവൃത്തി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പഠിക്കില്ല. ഇപ്പോൾ ഇതെൻ്റെ കുറേ സ്റ്റുഡൻസിൻ്റെ പ്രശ്നം. അവർ ഭയങ്കര എഫേർട്ട് എടുക്കും. പക്ഷേ അവർക്ക് റിസൾട്ട്സ് കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് വളരെ പതുക്കെ ഇരുന്ന് സംസാരിച്ച് പോകുന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, വളരെ പ്രായമുള്ള സ്റ്റുഡൻ്റാണ്. ആള് വളരെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്നത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം വളരെ പതുക്കെ ഓർത്ത് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ സെൻറ്റൻസാണ്, നമ്മൾ ഇങ്ങനെയാണ്, അപ്പോൾ ഇവിടെ ഇത് വരും, വാട്ട് കഴിഞ്ഞിട്ട് ഡിഡ് വേണം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർത്തെടുത്ത് സെൻറ്റൻസ് ഉണ്ടാക്കുക. ഭയങ്കര പാടാണല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഓർത്തെടുത്ത് എപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങാനാ? ഞാൻ പറയട്ടെ, സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണ് ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോളൂ. ബൈ ഹാർട്ട് ചെയ്ത് കുഡല്ല വുഡ്, അല്ല ക്യാനാന്ന് തോന്നുന്നു, അല്ല ഹാവ് വരും, ഇങ്ങനെ ശങ്കിച്ച് ഗസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ കുറച്ച് ഡിലേ ആവും പഠിക്കണമെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷിൽ അത് പറയണം, അങ്ങനെ ഒരു ആലോചന നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ബേസിക്സ് വെച്ചിട്ട് ഉണ്ടാക്കുക. തെറ്റിപ്പോയാലോ? തെറ്റിപ്പോട്ടെ. തെറ്റിപ്പോയാൽ അവിടെ ഇത് ഇട്ടില്ല, ഞാൻ ഡിഡ് ഇട്ടില്ല അല്ലേ, അതാണ് തെറ്റിപ്പോയത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ആ നോട്ട് ചെയ്യുമ്പം നമുക്കറിയാം അടുത്ത തവണ വോട്ട് വന്നു, ഡിഡ് ഇട്ടോ? ഇല്ല, ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ ഡിഡ് ഇടണം. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഓരോന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഓടിപ്പോയി പഠിക്കണ്ട, മെല്ലെ പഠിച്ചാൽ മതി. സ്റ്റാർട്ടിങ്ങിൽ എത്രയും മെല്ലെ സമയം എടുത്ത് പഠിക്കാൻ പറ്റുമോ അങ്ങനെ പഠിക്കുക. സമയം എടുത്ത് പഠിക്കാന്ന് വെച്ചാൽ ഒന്ന് വായിച്ചു പിന്നെ കുറച്ചു നേരം മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന് പഠിക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഒരു സെന്റൻസ് മെല്ലെ ഓരോരോ വേർഡ് ആക്കിയിട്ട് ഉണ്ടാക്കുക. പേനയും പെൻസിൽ വെച്ച് ഉണ്ടാക്കരുത്, ബുദ്ധിയിൽ ഓർമ്മയിൽ വെച്ച് ഉണ്ടാക്കുക കേട്ടോ. കാരണം പേനയും പെൻസിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പേനയും പെൻസിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഓർത്ത് എങ്ങനെയാ അത് ചെയ്യുക, കറക്റ്റായ സെന്റൻസ് ഫുൾ ഉണ്ടാക്കി തലയിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ കറക്റ്റ് സെന്റൻസ് നോക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക, ഡിഫറൻസ് ഉണ്ടോ, എന്താ പറ്റിയത് കേട്ടോ. അങ്ങനെ വേണം പഠിക്കാൻ. ഇപ്പോൾ ചില സമയത്ത് നീ എന്താ വരാതിരുന്നേ, അങ്ങനെ സെന്റൻസ്. നീ എന്താ വരാതിരുന്നേ എങ്ങനെ പറയാ? നീ, യു അല്ലെ, എന്താ അല്ലെ, യു, വൈ, നോ, കം, അങ്ങനെയൊക്കെ ചോദിക്കാൻ നമുക്ക് തോന്നും. സ്റ്റാർട്ടിങ് നമ്മൾ അങ്ങനെ സെന്റൻസ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക, അല്ല തെറ്റിപ്പോയി, എന്താ കാര്യം? വൈ ഡിഡിൻറ്റ് യു കം എന്ന് ഞാൻ ചോദിച്ചില്ല, ഡിഡ് ഉപയോഗിച്ചില്ല കേട്ടോ. അങ്ങനെ ഒരു തെറ്റ് നമ്മൾ ആദ്യം ഇങ്ങനെയാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തിട്ടത്, എന്നിട്ട് ഞാൻ പറഞ്ഞു നോക്കി, പിന്നെ എനിക്കത് തെറ്റിപ്പോയി. അപ്പം ഞാനത് കറക്റ്റ് എങ്ങനെയാണ് ആക്കുക എന്നുള്ളത് കണ്ടുപിടിച്ചു. ഈ പ്രോസസ്സ് ഭയങ്കര സ്ലോ ആണ്, പക്ഷെ ഇതാണ് പഠിക്കാനുള്ള പ്രോസസ്സ്. നിങ്ങളുടെ ബ്രെയിനിൽ മെല്ലെ മെല്ലെ ആ സെന്റൻസുകൾ ഉണ്ടാക്കുക. പിന്നെ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യരുതെന്ന് വെച്ചാൽ, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷാക്കി മാറ്റരുതെന്ന്. ഇത് ഫുള്ളി ശരിയാണെന്ന് വെച്ചാൽ എനിക്ക് ചില ഭാഗങ്ങൾ യോജിക്കാൻ പറ്റും, ചില ഭാഗങ്ങൾ യോജിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ സെന്റൻസ് തന്നെ, നീ എന്താ വരാതിരുന്നത്, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, യു നോ കം എന്ന് ചോദിക്കാം, വൈ യു നോ കം എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, പക്ഷെ തെറ്റാണ് അല്ലേ? പക്ഷെ വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നാണ് മലയാളത്തിലെ ആ ട്രാൻസ്ലേഷൻ എന്ന് അറിയുന്നത് ഇമ്പോർട്ടൻ്റാ. കാരണം ഓരോ വാക്കുകൾക്കും എന്താ അർത്ഥം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണ്ടേ. ഏത് വാക്ക് ഉപയോഗിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഓരോ വാക്കിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീനിങ് അറിയണ്ടേ. അപ്പൊ ആ രീതിയിൽ ഇതിലെ മലയാളം മീനിങ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഫുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതാ പ്രശ്നം, വൈ യു നോ കം എന്ന് വരും, എന്നീ എന്താ വരാതിരുന്നെന്ന്. അപ്പോൾ അത് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചങ്ക്സ് പഠിക്കണം. ചങ്ക്സ് എന്ന് വെച്ചാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ എല്ലാ ലാംഗ്വേജിലും ഇങ്ങനെ ഉണ്ടാവും, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ നീ എന്താ, അതാണ് മലയാളത്തിലെ ആ ചങ്ക്. നീ എന്താ ചെയ്യാതിരുന്നേ, നീ എന്താ പറയാതിരുന്നേ, നീ എന്താ എടുക്കാതിരുന്നേ കേട്ടോ. അപ്പോൾ ഈ നീ എന്താ എന്ന് ചോദിച്ചാൽ അപ്പുറത്ത് എന്താ ചെയ്യാതിരുന്നേ എന്നുള്ള കാര്യം മാത്രം മാറ്റിയാൽ മതി. ഇങ്ങനെ ഇംഗ്ലീഷിലും ചങ്ക്സ് ഉണ്ട്. കുറച്ച് വെള്ളം വേണോ?
വുഡ് യു ലൈക്ക് ടു ഹാവ് സം വാട്ടർ, വുഡ് യു ലൈക്ക് ടു. അപ്പോൾ ഈ വുഡ് യു ലൈക്ക് ടു എന്നുള്ള ചങ്ക് അത് ഒരുമിച്ച് പഠിച്ചാൽ പിന്നെ അപ്പുറത്ത് എന്ത് വേണമെങ്കിലും മാറ്റിയിട്ട് ഓഫർ ചെയ്യാം, എന്തെങ്കിലും സാധനം ഓഫർ ചെയ്യാം. നിങ്ങൾക്ക് ഉറങ്ങാൻ താല്പര്യമുണ്ടോ, വുഡ് യു ലൈക്ക് ടു സ്ലീപ്പ്. അപ്പോൾ ഇങ്ങനെ കുറേ ചങ്ക്സ് ഉണ്ട്. ഇത് എൻ്റെ കോഴ്സിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് അതിൻ്റെ ലിസ്റ്റ് ഒക്കെ കൊടുത്ത് അവരെ ഞാൻ ചങ്ക്സ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയണമെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യണം. കാരണം എല്ലാ കാര്യങ്ങളും എനിക്ക് യൂട്യൂബിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അറിയാൻ പറ്റുന്ന, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചങ്ക്സും യൂട്യൂബിൽ പറയാറുണ്ട്. പക്ഷെ എല്ലാം ക്യൂറേറ്റഡ് ആയിട്ട് ഒരു കോഴ്സ് രൂപത്തിൽ സിസ്റ്റമാറ്റിക് ആയി പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കോഴ്സ് തന്നെ എടുക്കണം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, നമ്മൾ മലയാളം എഴുതിയത് പോലെയല്ലേ വായിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് എഴുതുന്നത് പോലെ പറയാനൊരു ടെൻഡൻസി ഉണ്ട്. അത് കുറച്ച് പ്രശ്നമാണ്. കാരണം ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ അല്ല വായിക്കുക. ഒരേ വാക്കിന് പല സൗണ്ട് വരാം. എഗ് എന്നുള്ള വാക്കിൽ എ എന്നുള്ള സൗണ്ടാണ് ഈക്ക് വരുന്നത്. ഈജിപ്റ്റിലോ ഈ എന്നുള്ള സൗണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഴുതുന്നത് പോലെയല്ല വായിക്കുക ഇംഗ്ലീഷിൽ, മലയാളത്തിലെ പോലെ അല്ല. അപ്പൊ അതുകൊണ്ട് ഈ ചങ്ക് ഞാൻ പറഞ്ഞില്ലേ, വുഡ് യു ലൈക്ക് ടു, ശരിക്കും വുഡ് യു ലൈക്ക് ടു, ജ എന്നുള്ള സൗണ്ടാണ് അവിടെ കേൾക്കുക. വുഡ് യു ലൈക്ക് ടു എന്ന് പറക്കി പറക്കി പറയരുത്. ഒരു ചങ്ക് നമ്മൾ മലയാളത്തിൽ എഴുതുക, വുഡ് യു ലൈക്ക് ടു. അപ്പൊ അത് മലയാളത്തിൽ എഴുതിയിട്ട് പഠിക്കുക. അപ്പൊ ആ ചങ്ക്സ് നിങ്ങൾ മലയാളത്തിൽ എഴുതി പഠിക്കുമ്പോൾ ആ ചങ്ക്സ് നിങ്ങൾക്ക് എങ്ങനെയാ പറയേണ്ടത്, പക്ഷെ ഒരുമിച്ച് പറയേണ്ടതാണ് ചങ്ക്സ് അല്ലെ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്ന ചങ്ക്സ്. അപ്പൊ നിങ്ങൾ മലയാളത്തിൽ എഴുതി പ്രാക്ടീസ് ചെയ്താൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. മറ്റേത് നിങ്ങൾ വുഡ് യു ലൈക്ക് ടു എന്ന് ആലോചിക്കും ഇംഗ്ലീഷിൽ, എന്നിട്ട് ഈ വുഡ് യു ലൈക്ക് ടു പറക്കി പറക്കി ഓരോ വാക്കായിട്ട് പറയും. ഒറ്റ വാക്കായിട്ട് മലയാളത്തിൽ വുഡ് യു ലൈക്ക് ടു എന്ന് എഴുതി വെക്കുക, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം. ഇനി എല്ലാവരോടും അവസാനമായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പല സമയത്തും ഇത് എന്നെ കൊണ്ട് നടക്കില്ല, എനിക്ക് അത്ര ബുദ്ധിയില്ല, എന്നെ കൊണ്ടാവില്ല, പ്രായം കുറേ ആയി, അല്ലെങ്കിൽ എനിക്ക് അത്ര ബുദ്ധിയില്ല, സ്കൂളിൽ വേണ്ടത്ര സമയത്ത് പഠിച്ചില്ല, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നാം. മലയാളം മീഡിയം ആയിരുന്നു, ഇങ്ങനെയൊക്കെ തോന്നാം. ഇതൊക്കെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ട്രിക്ക് ചെയ്യുന്നതാണ്. ഇതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ കാണുന്നുണ്ട്, എത്രയോ പ്രായമായ ആൾക്കാർ എത്രയോ ആത്മാർത്ഥതയായിട്ടാണ് കാര്യങ്ങളൊക്കെ പഠിക്കണത്. ഞാൻ കൊടുക്കുന്ന ടാസ്കുകളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തു തീർക്കുന്നത്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല, കാരണം എനിക്ക് ഒരാളുടെ പേര് പറയാനില്ല. എല്ലാവരും എനിക്ക് എന്നോട് ചോദിക്കുന്ന സംശയങ്ങൾ, അവർ പഠിക്കുന്നതിന് ലക്ഷണമാണ് ഈ സംശയങ്ങൾ. അതും ആ സംശയങ്ങൾ കാരണം ഞാൻ ചിലപ്പോൾ പുതിയ വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വരാം, അതിന് കാരണം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കോഴ്സിൽ ഇടയ്ക്ക് നല്ല അത് എക്സ്പ്ലെയിൻ ചെയ്ത്, ആ പഠിക്കുന്ന ഭാഗത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന വീഡിയോസും ചെയ്യാറുണ്ട്. അപ്പോൾ സംശയങ്ങൾ ചോദിക്കുക, നിങ്ങളെ സംശയം ചെയ്യാതിരിക്കുക. നിങ്ങൾ ബുദ്ധി കുറവുള്ള ആളല്ല. ഒരു ലാംഗ്വേജ് പഠിക്കേണ്ട ബുദ്ധി നിങ്ങൾക്കുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് ഈ വീഡിയോ കാണില്ല. നിങ്ങൾക്ക് പ്രായം കൂടുതലായി എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ മലയാളം മീഡിയം ആണെന്ന് വിചാരിച്ച് സങ്കടപ്പെടണ്ട. മലയാളം മീഡിയത്തിൽ പഠിച്ച ആൾക്കാർ എത്ര ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. കൃത്യമായിട്ട് ഒരു പഠനം ഫോളോ ചെയ്യുക, ആ പഠന രീതി ഫോളോ ചെയ്യുക, ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക, വിശ്വാസം ഉണ്ടാവുക. അങ്ങനെയായി 3 മാസം കൃത്യമായിട്ട് പഠിക്കൂ. എന്നിട്ട് എഴുതിയും സംസാരിച്ചും കേട്ടും ഒക്കെ അത് പ്രാക്ടീസ് ചെയ്യൂ. എത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്താൻ പറ്റും നിങ്ങൾക്ക് അറിയോ. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷ എഴുതരുത്. അപ്പൊ നിങ്ങൾക്കൊരു 10 മിനിറ്റ് എല്ലാ ദിവസവും ഒരു 3 മാസം 90 ദിവസം അത് മാറ്റിവെച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഉറപ്പ് തരാട്ടോ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ആ മുമ്പുള്ള ഞാൻ ഇതായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു ഇംഗ്ലീഷ് സംസാരിച്ചത് നിങ്ങൾ പറയും. അപ്പോൾ ഹോപ്പ് കൈവിടാണ്ട് എല്ലാവർക്കും നന്നായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.